വിൻഡോ സീറ്റ് കിട്ടാത്ത വിഷമത്തിൽ ഞാൻ അവിടേക്ക് തന്നെ നോക്കിയിരുന്നു. പക്ഷെ ആ ചേട്ടന് വിൻഡോ സീറ്റ് കിട്ടിയതിൽ അത്ര ഓക്കെ അല്ല എന്ന് തോന്നിപ്പോയി. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ യാത്രയാണ്. മിന്നിച്ചേക്കണേ പൊന്നമ്മേ. ഹെയ് മിനാസാൻ കൊണിച്ചിവ യൊറോഷ്കോ നെഗാഷിമാസ് വതാഷി വാ ഷിൻദേസ്. എൻ്റെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ആദ്യം തന്നെ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചു കൊള്ളുന്നു. ഈ യാത്ര എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ ചുരുക്കം ചില ഡൗട്ടുകൾ എനിക്കുണ്ടായിരുന്നു. മുൻപ് പോയിട്ടുള്ള ഫ്രണ്ട്സിൽ നിന്നും ബന്ധുമിത്രാദിൽ നിന്നും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചറിഞ്ഞു. അവയിൽ ചിലത് എനിക്ക് മനസ്സിലായതെല്ലാം ഞാനിവിടെ വ്യക്തമായി തന്നെ പറഞ്ഞ് തീർക്കാം. ഞാൻ പോയത് കണക്റ്റഡ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഡൽഹിയിൽ ചെന്നിട്ടാണ് എനിക്ക് അടുത്ത സിംഗപ്പൂരിലേക്ക് പോകാൻ കഴിഞ്ഞത്. ഞാൻ പോയത് കണക്റ്റഡ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ചെന്നിട്ട് വെയിറ്റ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. പോകാൻ വേണ്ടിയുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി വെക്കണം. പാസ്പോർട്ട്, ബോർഡിംഗ് പാസ്, വിസ ഒക്കെ. ഇത് ലാസ്റ്റ് മിനിറ്റ് ടെൻഷൻ അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ലഗേജ് റൂൾസ് അറിഞ്ഞിരിക്കണം. ക്യാബിൻ ബാഗ് വെയിറ്റ് ലിമിറ്റ് ഉണ്ടാകും. ലിക്വിഡ് 100 മില്ലി റൂൾ ഫോളോ ചെയ്യണം. ഇത് സെക്യൂരിറ്റി ചെക്ക് സ്മൂത്ത് ആക്കാൻ സഹായിക്കും. കൂടാതെ എയർപോർട്ടിൽ നേരത്തെ എത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ 3 മണിക്കൂർ മുമ്പും ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ 2 മണിക്കൂർ മുൻപേയും എത്തണം. സെക്യൂരിറ്റി ചെക്കും ഇമിഗ്രേഷൻ സമയത്ത് സ്റ്റാഫ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. ടെൻഷൻ വേണ്ട, എല്ലാം സിമ്പിളാണ്. ഫ്ലൈറ്റിൽ കയറിയാൽ ഫോൺ എയർപ്ലെയിൻ മോഡിൽ ആക്കാൻ മറക്കരുത്. സീറ്റ് ബെൽറ്റ് സൈൻ ഉണ്ടെങ്കിൽ അത് ആൾവേസ് വിയർ ചെയ്യണം. ടേക്ക് ഓഫിനും ലാൻഡിങ് സമയത്ത് എയർ പ്രഷർ ഉണ്ടാവും. അതിന് ചുവിങ്കം കഴിക്കണം എന്ന് പറയുന്നേക്കാം. പക്ഷേ എനിക്കതിനെപ്പറ്റി അറിയില്ല കേട്ടോ. ഡിസിനെസ് ഉണ്ടെങ്കിൽ വിൻഡോയിൽ നോക്കിയിരിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വാട്ടർ നന്നായി കുടിക്കുക. പിന്നെ ഹെവി ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക. കാമായിരിക്കുക. ഫസ്റ്റ് ടൈം ആണെങ്കിലും ഭയപ്പെടേണ്ട. ഫ്ലൈറ്റ് ട്രാവൽ വളരെ സേഫാണ്. എല്ലാവരും സോങ്സും മൂവീസും കാണുന്ന സമയത്ത് എനിക്കത് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഏരിയയാണ്. ഞാൻ അതിൻ്റെ ഓരോ സൈഡും മാപ്പും വളരെയധികം ക്യൂരിയസ് ആയിട്ട് തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ പോയത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലായിരുന്നു. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ സീറ്റൊക്കെ ഡീസൻ്റ് ആയിരുന്നു. ഇടയ്ക്ക് ഒരു കുലുക്കം വന്നപ്പോൾ മാത്രം ചെറുതായിട്ടൊന്ന് പേടിച്ചു. ക്രൂ ഫ്രണ്ട്ലി ആയിരുന്നു. ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ ടിപ്പിക്കൽ ഇന്ത്യൻ മീൽസ്, വെജും നോൺ വെജും ഓപ്ഷൻ ഉണ്ട്. ടേസ്റ്റൊക്കെ ഗുഡാണ്. ഞാനെടുത്ത നോൺ വെജാണ്. പിന്നെ കേക്ക് ഉണ്ടായിരുന്നു, സീറ്റ് ഉണ്ടായിരുന്നു. സിംഗപ്പൂർ എന്ന ഐലൻഡിൽ അത്രയധികം മദർ പോർട്ടായതുകൊണ്ട് തന്നെ അത്രയധികം ഷിപ്പുകളും ഉണ്ട്. ഈ ലൈറ്റിൽ കാണുന്ന എല്ലാം ബോട്ടും വലിയ വലിയ ഷിപ്പുകളും ഒക്കെയാണ്. ജേണി ഓവറോൾ സ്മൂത്തായിരുന്നു. ടർബുലൻസ് ഉണ്ടെങ്കിലും സേഫായി എത്തി. ഓവറോൾ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ നല്ലൊരു ഓപ്ഷനാണ് എയർ ഇന്ത്യ. നിങ്ങളുടെ എയർ ഇന്ത്യ എക്സ്പീരിയൻസും കമൻറ്റ് ചെയ്യും. ജീവിതത്തിൽ ഓരോ യാത്രയ്ക്കും ഒരു കഥയുണ്ടല്ലോ. ആ കഥ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ തുടങ്ങണമെന്നില്ല. ചില യാത്രകൾ നമ്മളെ മാറ്റാൻ തുടങ്ങുന്നതാണ്. ചിലത് നമ്മളെ വിട്ടുപോയവരെ ഓർമ്മിപ്പിക്കാൻ. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. നമ്മുടെ ജീവിതം ഓരോ പാഠങ്ങളാണ്. അത് മനസ്സിലാക്കിയും പഠിച്ചും മുന്നോട്ട് പോകുന്നതിലാണ് കാര്യം. ഒരിടത്ത് നമുക്ക് ആരുമില്ലല്ലോ എന്ന ചിന്ത ഉള്ളവരും, മറുവശത്ത് എനിക്കെല്ലാവരും ഉണ്ടല്ലോ പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന മനസ്സ്. സത്യത്തിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്നതല്ലേ നല്ലത്? എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം എൻ്റെ നാട്ടിലും മറുനാടുകളിലുമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പോകുന്നത് എൻ്റെ എന്ന് പറയാൻ ആരുമില്ലാത്ത മറ്റൊരിടത്തേക്കാണ്. പല അനുഭവങ്ങൾക്കും മാറ്റങ്ങൾക്കും വേണ്ടി ചില ഒറ്റപ്പെടൽ നല്ലതാണ്. നമ്മെ നയിക്കാൻ അത് കാരണമാകും. ആകട്ടെ എന്ന് ഞാനും വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ അനുഭവങ്ങളെയും ഓർമ്മകളെയും ഞാനിവിടെ നിങ്ങൾക്ക് മുൻപിൽ വ്ളോഗ് എന്ന രൂപേണ വരച്ചു കാട്ടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് കമൻ്റായി അയക്കാം എന്ന് നിങ്ങളുടെ സ്വന്തം ഷിനു. അങ്ങനെ 4 മണിക്കൂറിന് ശേഷം സിംഗപ്പൂരെത്തി. വളരെയധികം സേഫായിട്ടാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്, അരിഗാത്തോ ഗോസൈമാസ്, മതാനെ.